നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ് മോൺസ് ക്ലിക്സ്. പാരീസിൽ നിന്ന് യാത്ര ചെയ്ത് രാത്രിയോടുകൂടി എത്തിച്ചേർന്നിരിക്കുന്നത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമായ പ്രാഗിലാണ്. ഇപ്പോൾ നമുക്ക് 14 ദിവസത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലഗേജ് ഉണ്ട്. ഇപ്പോൾ ചെറിയ പെട്ടികളൊക്കെ ആണെങ്കിൽ യാത്ര കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും. ഞാൻ എയർബിഎൻബിയിൽ ബുക്ക് ചെയ്ത ആ ഒരു താമസ സ്ഥലത്തിന് അടുത്തെത്തി. അപ്പോൾ അവിടുത്തെ താക്കോല് നമുക്ക് എടുക്കേണ്ടത് തൊട്ടടുത്തുള്ള ട്രെയിൻ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ അവിടെ ചെന്ന് പാസ്വേഡൊക്കെ ഇട്ട് ആ ലോക്കറിൽ നിന്ന് അർദ്ധരാത്രിയോടുകൂടി താക്കോലൊക്കെ എടുത്ത് പലതരം ഡോറുകൾ തുറന്ന് അവസാനം താമസിക്കേണ്ട റൂമിലെത്തി. അപ്പോൾ അവിടുത്തെ ടോയ്ലറ്റ് മാത്രം അറ്റാച്ച്ഡ് ആയിരുന്നില്ല. രാവിലെ എഴുന്നേറ്റ് കുറച്ച് ഭക്ഷണം കഴിച്ചു. അപ്പോൾ നമുക്ക് ആ റെസ്റ്റോറൻറ്റിലൊക്കെ ടോയ്ലറ്റ് യൂസ് ചെയ്യണമെങ്കിൽ അവരുടെ ബില്ലിലെ പാസ്വേഡൊക്കെ അടിച്ച് വേണം കയറാൻ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ യാത്ര ആരംഭിക്കുകയാണ്. അവിടുത്തെ മെട്രോയിൽ കയറി അവിടുത്തെ ടൗണിലെത്തി. പാരീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നടക്കാനുള്ള സ്റ്റാമിനയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സിറ്റി ടൂറിനുള്ള ഒരു ബസ്സിൽ കയറി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭാഷ നമുക്ക് അവിടെ തിരഞ്ഞെടുക്കാം. അവർ ഇയർഫോൺസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്കും അതിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയൊക്കെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പം വഴിയുടെ നടുക്കൂടെയൊക്കെ ട്രാമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പോഴും അതൊക്കെ തട്ടാതെയും മുട്ടാതെയൊക്കെയാണ് പോകേണ്ടത്. പല നിറത്തിലുള്ള പെയിൻ്റ് അടിച്ച കെട്ടിടങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് നമ്മൾ ഈ പോകുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഓരോ കെട്ടിടത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഓരോന്നിലും ചില ശില്പങ്ങളൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു വെറൈറ്റി കെട്ടിടത്തിൻ്റെ പേര് ഡാൻസിങ് ഹൗസ് എന്നാണ്. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ യാത്ര തുറന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു 1:30 നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രാഗ് കാസിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുരാതനമായിട്ടുള്ള ഒരു കോട്ടയാണിത്. പ്രാഗ് പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയും ജോലി സ്ഥലവുമൊക്കെയാണ് ഈ പ്രാഗ് കാസിൽ. അപ്പോൾ ആൾക്കാരെല്ലാം അവിടുത്തെ ഒരു ഗാർഡ് ചേഞ്ച് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ജോലിയിലുണ്ടായിരുന്ന ഗാർഡ്സിൻ്റെ പകരക്കാരായിട്ട് പുതിയ ഗാർഡുകളൊക്കെ വന്നിട്ടുണ്ട്. തോക്കൊക്കെ പിടിച്ച് പയ്യെ മാർച്ച് ചെയ്ത് ഒരു ഗാർഡ് ചേഞ്ച് അവിടെ നടന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പയ്യെ നടന്നു നീങ്ങി. പലതരം മുന്തിയ ഇനത്തിലുള്ള ബ്രാൻഡുകളുടെ ഷോറൂംസൊക്കെ എല്ലാ രാജ്യങ്ങളിലും ഉള്ളതുപോലെ ഇവിടെയും ഉണ്ട്. ഇത്രയും ദിവസം നമ്മൾ പുറത്തുനിന്ന് യൂറോപ്യൻ ഫുഡൊക്കെ കഴിച്ചു മടുത്തത് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് നമ്മുടെ നാട്ടിലെ ഫുഡ് ട്രൈ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇന്ത്യൻ കിച്ചൺ എന്ന നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അപ്പോൾ അവിടുന്ന് ചോറും കറികളൊക്കെ കഴിച്ചതിന് ശേഷം ബാക്കി കാഴ്ചകളിലൊക്കെ കാണാനായിട്ട് പുറപ്പെട്ടു. നല്ല കാണാൻ കൊള്ളാവുന്ന തരത്തിലുള്ള കാറുകളിലൊക്കെ അവിടെ സഞ്ചാരികൾ നടപ്പുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെയെല്ലാം നമുക്ക് അവിടെ കാണാം. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഓൾഡ് ടൗൺ സ്ക്വയറിലെ അസ്ട്രോണമിക്കൽ ക്ലോക്കിൻ്റെ അടുത്താണ്. 600 വർഷത്തോളം പഴയതാണ് ഈ ക്ലോക്ക്. അപ്പോൾ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇത് ബെല്ലടിക്കും. അത് കാണാനായിട്ടാണ് ഈ കണ്ട ജനങ്ങളെല്ലാം അവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. അപ്പം ഈ ബെല്ലടിക്കുന്ന സമയത്ത് യേശുവിൻ്റെ 12 ശിഷ്യന്മാരുടെ ശില്പങ്ങൾ ആ ഒരു കാണുന്ന 2 ജനലിൽ കൂടെ പുറത്തേക്ക് വരും. അങ്ങനെ അവസാനം കോഴി കൂവുന്നതോടുകൂടിയാണ് ഈ ബെല്ലടിയൊക്കെ അവസാനിക്കുന്നത്. ഈ ക്ലോക്ക് ടവറിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാം. അതിനുവേണ്ടി ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഓൺലൈൻ സൈറ്റായ ഗെറ്റ് യുവർ ഗൈഡ് അല്ലെങ്കിൽ ക്ലോക്ക് എന്നൊക്കെ ആപ്പിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം അവിടെ ചെന്നിട്ട് ടിക്കറ്റ് മാറ്റിയെടുക്കണം. അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ ഈ ഒരു ടവറിൻ്റെ മുകളിൽ ലിഫ്റ്റ് വഴി കയറി ഓൾഡ് ടൗൺ സ്ക്വയറിലെ കാഴ്ചകളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ കെട്ടിടങ്ങളുടെ ആ ഒരു മനോഹാരിതയൊക്കെ നമുക്ക് മുകളിൽ നിന്ന് കാണാം. അതെല്ലാം ആസ്വദിച്ചതിന് ശേഷം പയ്യെ താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ ഈ കാണുന്നത് സെൻറ്റ് നിക്കോളാസ് ചർച്ച് എന്നൊരു പള്ളിയാണ്. ചർച്ച് മ്യൂസിക് കൺസേർട്സ് ഒക്കെയാണ് അവിടെ നടക്കുന്നത്. 1700 ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ അവിടെയും കുറച്ച് നേരം ചെലവഴിച്ചതിന് ശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങി തൊട്ടടുത്തുള്ള ഒരു കവാടത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. പൗഡർ ടവർ എന്നാണ് ഇതിന് പറയുന്നത്. പഴയ പട്ടണവും പുതിയ പട്ടണവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു നഗര കവാടമാണിത്. അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ പേര് ചാൾസ് ബ്രിഡ്ജ് എന്നാണ്. പ്രാഗ് കാസിലിനെയും ഓൾഡ് ടൗൺ സ്ക്വയറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ ഒരു ചാൾസ് ബ്രിഡ്ജ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഭക്ഷണവും കഴിച്ച് നമ്മൾ അടുത്ത ലക്ഷ്യസ്ഥാനമായ ബുഡാപെസ്റ്റിലേക്കുള്ള യാത്ര തുടർന്നു. ബാക്കി കാഴ്ചകളുമായിട്ട് ഉടനെ കാണുന്നതുവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.